അവനെ അതാ പ്രതികാരം ചെയ്യുന്നു, അവനെ അതാ വഷളാക്കുന്നു, അവനെതിരിൽ പ്രവർത്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഉസ്താദ് നമുക്ക് പറ്റാത്തത് വല്ലതും അതാ നമ്മളൊരു പക്ഷേ പലിശ വാങ്ങിയേക്കാം, നമ്മളൊരു പക്ഷേ തെറ്റിനിര്യാണിക്ക് കീപ്പറ്റ് തുണി ഉടുത്തേക്കാം. ഉസ്താദ് നമ്മളോട് സ്വകാര്യമായി വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതാ തെറ്റായ കാര്യം നമ്മളോട് ഉണർത്തിയെങ്കിൽ പിന്നെ നമുക്ക് ആ ഉസ്താദിനോട് ദേഷ്യമാണ്, വിമ്മിഷ്ടമാണ്, ആ ഉസ്താദിനോട് വൈക്ലഭ്യമാണ്, ആ ഉസ്താദിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കണം. അതേ ദീനിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടല്ല, ആ ഉസ്താദ് വ്യഭിചരിച്ചത് കൊണ്ടല്ല, ആ ഉസ്താദ് കള്ള് കുടിച്ചത് കൊണ്ടല്ല, ആ ഉസ്താദ് കമ്മിറ്റിക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടല്ല, മറിച്ച് ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട്, ഞാൻ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട്, എന്നെ ബഹുമാനിക്കാത്തത് കൊണ്ട്. അല്ലാ 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 അല്ലാ. മുഅ്മിനേ ചിന്തിച്ചോ, ലോകമേ ചിന്തിച്ചോ. പറ്റാപ്പാതിര നേരത്തെ കുറ്റാക്കൂരിരുട്ടിന് അതേ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു പണ്ഡിതൻ, അല്ലാഹുവിന്റെ പള്ളിയിൽ ദർസ് നടത്തുന്ന ഒരു പണ്ഡിതൻ, ബാങ്ക് കൊടുക്കുന്ന ഒരു പണ്ഡിതൻ, യാതൊരു കാരണവുമില്ലാതെ പറഞ്ഞൊരു കാരണവുമില്ലാതെ, ഒരു തെറ്റുമില്ലാതെ ആ കാരണമായി അയാളെ നിങ്ങളെ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങളെ പുറത്തു വിട്ടാൽ, നിങ്ങളെ പറഞ്ഞയച്ചാൽ, അല്ലാ 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 അല്ലാ. ഈ റജബിന്റെ സന്ദേശമായി പറയുന്നു, ആ മഹല്ലത്തില്, ആ പള്ളിയില്, ആ സ്ഥാപനത്തില് അയാളുടെ ശാപം തീരുകയില്ല. മനസ്സറിയാതെ, മനസ്സോടെയാണ് ആ പണ്ഡിതൻ, ആ മുക്കറി, അല്ലെങ്കിൽ അവിടുത്തെ സദർ യാതൊരു കാരണവുമില്ലാതെ നിങ്ങൾ പറഞ്ഞു വിട്ടതെങ്കിൽ ശാപം തീരൂല്ല. ഒരു മൊയ്ലാര് വന്നിട്ടും കാര്യമില്ല, ഒരു തങ്ങൾ വന്നിട്ടും കാര്യമില്ല, കുത്തുബിയത്ത് എത്ര നടത്തിയിട്ടും കാര്യമില്ല, സലാത്ത് എത്ര ചൊല്ലിയിട്ടും കാര്യമില്ല, എത്ര ദിക്ർ ഹൽക്ക നടത്തിയിട്ടും കാര്യമില്ല, എത്ര ചോറ് വെച്ച് വിളമ്പിയിട്ടും കാര്യമില്ല, ലക്ഷങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല, കോടികൾ നിങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല. ഓ ഉമ്മത്തെ, ആ പണ്ഡിതൻ ഹയാത്തുണ്ടെങ്കിൽ അയാളെ നേരിട്ട് കണ്ടുപോയി പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് രക്ഷയില്ല. അല്ലാ 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 അല്ലാ. മുത്തുനബി പുറത്തു കൊടുത്തില്ലേ, അതേ സഹാബത്ത് പുറത്തു കൊടുത്തില്ലേ, പിന്നെ എന്താ മോനെ നിനക്ക് പുറത്തു കൊടുത്താൽ? ആര് മസ്ലഹത്ത് പറഞ്ഞാലും അംഗീകരിക്കാത്തവർ, ആര് പഞ്ചായത്ത് പറഞ്ഞാലും അംഗീകരിക്കാത്തവർ, ആര് ചർച്ചയ്ക്ക് വിളിച്ചാലും പ്രശ്നം തീർക്കണമെന്ന ചിന്തയില്ലാത്തവര്. അയാള് കമ്മിറ്റിയിലുണ്ടെങ്കിൽ ഞാനില്ല, അയാള് വരികയാണെങ്കിൽ ഞാനില്ല, അയാള് അങ്ങനെ പറഞ്ഞിട്ട് മാറി നിന്നിട്ട് ഫിത്നയുടെ പണിയെടുക്കുന്നവൻ അവനേക്കാൾ വലിയ നാശം, അവനേക്കാൾ വലിയ മോശം, അവനേക്കാൾ വലിയ പതേ നാശം ലോകത്താരുമില്ല, ലോകത്താരുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ റജബ് അദാ തത്ഹീറുൽ ബദനി, ശരീരം ശുദ്ധിയാക്കാനുള്ളതാണ്. 27-ാം രാവ് ശരീരം ശുദ്ധിയാക്കാനുള്ളതാണ്. ഇന്നലെ 27-ാം രാവ് കഴിഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ മഹല്ലത്തുകളിൽ മുഴുവനും ദിക്ർ ഹൽക്ക നടന്നു, പ്രാർത്ഥനാ മജ്‌ലിസുകൾ നടന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര മജ്‌ലിസാണ് അല്ലാഹ് സ്വീകരിച്ചത്? മുസ്തജാബു ദഅവ എത്ര മജ്‌ലിസാണ്? മുത്തുനബി പഠിപ്പിക്കുകയാണ്, അതേ ഒരാളെ 27-ാം രാവും സ്വീകരിക്കൂല, ഒരാളെ നോമ്പും സ്വീകരിക്കൂല, ഒരാളെ ബറാഅത്തും സ്വീകരിക്കൂല, ഒരാളെ ലൈലത്തുൽ ഖദറും സ്വീകരിക്കൂല. ആരുടേതെന്നറിയുമോ? അഖുൽ വാലിദൈൻ മാ
മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവർ, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ, മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തവൻ, മാതാപിതാക്കളോട് കരുണയില്ലാത്തവൻ, മാതാപിതാക്കളോട് സന്തോഷമില്ലാത്തവൻ, അവന്റെ നോമ്പ് റബ്ബിന് വേണ്ട, അവന്റെ നിസ്കാരം റബ്ബിന് വേണ്ട, അവന്റെ സദഖ റബ്ബിന് വേണ്ട, അവന്റെ ഒന്നും റബ്ബിന് വേണ്ട. ഞാനിടയ്ക്ക് എന്റെ ഉമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ ഉമ്മയും ഉമ്മയാണ്, ഭർത്താവിന്റെ ഉമ്മയും ഉമ്മയാണ്. രണ്ടും ഒരേ സ്ഥാനത്താണ്, രണ്ടും ഒരേ പവറാണ്, രണ്ടും ഒരേ സ്വീകാര്യതയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരാളെയും വിഘടിച്ച് കാണണ്ട, ഒരാളെയും വ്യത്യസ്തമായി കാണണ്ട, ഒരാളെയും മോശമായി ചിത്രീകരിക്കണ്ട. എല്ലാവരോടും തുല്യനീതിയിൽ പെരുമാറണം. തുല്യനീതി കൊടുത്തില്ലെങ്കിൽ രക്ഷയില്ല. ഇനി വാപ്പയല്ല, ഭർത്താവിന്റെ വാപ്പയും വാപ്പയാണ്, നിങ്ങളുടെ വാപ്പയും വാപ്പയാണ്. എന്താ ഇത് പറയാനുള്ള കാരണം? നിങ്ങൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാനുള്ള കാരണം ഈ ഉമ്മയും വാപ്പയുമല്ലേ? ഈ ഭർത്താവുണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ കാറിൽ പോകുന്നത്? ഈ ഭർത്താവുണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം ടെൻഷനില്ലാതെ കഴിക്കുന്നത്? ഈ ഭർത്താവുണ്ടായത് കൊണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്, ആരോഗ്യത്തോടെ റാഹത്തോടെ നിങ്ങൾ ജീവിക്കുന്നത് ഈ ഭർത്താവുണ്ടാകാനുള്ള കാരണം അതേ ഭാര്യ ഭർത്താവിന്റെ വാപ്പയും ഉമ്മയുമാണ്. ഭർത്താക്കന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഉമ്മ ആ ഉമ്മാന്റെ സ്ഥാനത്താണ് അമ്മായി ഉമ്മ. നിങ്ങൾ രണ്ടുപേരെയും ഒരേ കണ്ണുകൊണ്ട് കാണണം. രണ്ടുപേർക്കും നിങ്ങൾ ഖിദ്മ ചെയ്യണം, രണ്ടുപേർക്കും നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ സദഖ കൊടുക്കണം. രണ്ടുപേരെയും നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കണ്ണീര് കൊടുപ്പിച്ചാൽ ആ കണ്ണീര് ഭാര്യയുടെ ഉമ്മായുമ്മന്റെ കണ്ണീരാണ്. നിങ്ങളെ ഭാര്യയെ നിങ്ങൾ തച്ചാൽ, നിങ്ങളെ ഭാര്യയെ നിങ്ങൾ വെറുപ്പിച്ചാൽ, നിങ്ങളെ ഭാര്യയെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയാൽ അല്ലാതെ നിങ്ങളെ ഭാര്യയുടെ ഉമ്മയെ കഷ്ടപ്പെടുത്തിയതുപോലെയാണ്. ഏതുപോലെ? പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങളതാ ഭർത്താവിനെ കഷ്ടപ്പെടുത്തിയാൽ അത് ഭർത്താവിന്റെ ഉമ്മയുടെ സങ്കടമാണ് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ഇടയ്ക്ക് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ബദനി, ശരീരം ശുദ്ധിയാക്കാനുള്ളതാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, എത്ര ആളുകളാ ബാപ്പയോട് ബന്ധമില്ലാത്തവർ, ഉമ്മയോട് ബന്ധമില്ലാത്തവർ. പള്ളിയിൽ വലിയ ആളാകും, അതേ ചീരണി കൊടുക്കാനും വിളമ്പാനും വിതരണം ചെയ്യാനും ഒക്കെ ഉഷാറാണ്. പക്ഷേ തൊട്ടടുത്ത വീട്ടിൽ ഉമ്മയുണ്ട്, അതേ പെങ്ങളെ വീട്ടിൽ ഉമ്മയുണ്ട്. ആ ഉമ്മായെ ഒന്ന് കാണാനോ 27-ാം രാവിന് ആ ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ച് ദുആ ചെയ്യാൻ പറയാനോ സമയമില്ല. പള്ളിയിലെ ഉസ്താദിന്റെ കൈപിടിക്കാൻ സമയമുണ്ട്, എല്ലാ തങ്ങന്മാരെ കൈപിടിക്കാനും സമയമുണ്ട്. എന്നാൽ മുത്തുനബി പറയുന്നു, സ്വർഗം ഉമ്മാന്റെ കയ്യിലാണ്, സ്വർഗം ഉമ്മാന്റെ കയ്യിലാണ് മോനെ, നിന്റെ ഉമ്മാന്റെ കയ്യിലാണ്. ആ ഉമ്മാന്റെ കൈ പിടിച്ച് എത്ര പേരുണ്ട്? ഇന്നലെ 27-ാം രാവല്ലേ, എത്ര പേര് ഉമ്മാന്റെ കൈ പിടിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു? മക്കളെ, ഉമ്മത്തെ, ഗൾഫിലുള്ളവരോട്, വിദേശികളോട് ഞാൻ ചോദിക്കുന്ന പ്രവാസികളോട്, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ വിളിക്കുന്നു, നിങ്ങളെ അനുജന്മാരെ നിങ്ങളെ വിളിക്കുന്നു. മണിക്കൂറുകളോളം ഭാര്യമാരോട് IMOയിലൂടെ നിങ്ങൾ സംസാരിക്കുന്നു, കണ്ടുകൊണ്ട് സംസാരിക്കുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, പലതും ചാറ്റിംഗ് ചെയ്യുന്നു. എന്നാൽ ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ് നിനക്ക് നിന്നെ പ്രസവിച്ച, നിന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി താരാട്ട് പാടി താലോലിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ മൂക്കിൽ നിന്ന് വരുന്നതും വായിൽ നിന്ന് വരുന്നതുമെല്ലാം കൈകൊണ്ട് വൃത്തിയാക്കിയ നിന്റെ
മലവും മൂത്രവും വൃത്തിയാക്കിയ, നിന്നെ തോളിലിട്ടുറക്കിയ, നിന്നെ തൊട്ടിലയിലിട്ട് ആട്ടിപ്പാടി ഉറക്കിയ, ഉറക്കഴിഞ്ഞ, നിനക്ക് വേണ്ടി പട്ടിണി കിടന്ന ഉമ്മാക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് നിന്റെ മൊബൈൽ നിനക്ക് അതാ 1 മണിക്കൂറുകളോളം ഭാര്യയോട് സംസാരിക്കുമ്പോ ഒരു 3 മിനിറ്റെങ്കിലും നിനക്ക് നിന്റെ ഉമ്മയോട് സംസാരിക്കാൻ, നിന്റെ വാപ്പയോട് സംസാരിക്കാൻ നിനക്ക് സമയമില്ല അല്ലേ? രക്ഷയില്ല, രക്ഷയില്ല. വാപ്പ മരിച്ചു പോയേ, അതേ വാപ്പാക്ക് പകരം നീ ബഹുമാനിക്കേണ്ടതാരെയാണ്? നിന്റെ വീട്ടിലെ നിന്റെ കുടുംബത്തിലെ മൂത്ത ജ്യേഷ്ഠനെയാണ്. ആ ജ്യേഷ്ഠനുമായിട്ട് നിനക്ക് ബന്ധമില്ലെങ്കിൽ, വാപ്പാന്റെ സ്ഥാനത്തുള്ള ജ്യേഷ്ഠനുമായി നിനക്ക് ബന്ധമില്ലെങ്കിൽ നിന്റെ ആഖിറം നഷ്ടത്തിലാ മോനെ, നിന്റെ ജീവിതം നഷ്ടത്തിലാ മോനെ. നിന്റെ പെങ്ങളുമായിട്ട് നിനക്ക് ബന്ധമില്ല, നിന്റെ പെങ്ങന്മാരുമായിട്ട് നിനക്ക് ബന്ധമില്ല. സുബ്ഹാനല്ലാഹ്, നിന്റെ ജീവിതം നട്ടത്തില. നീ ആരെ പിടിച്ചാലും, ഏത് മക്ബറയിൽ പോയാലും, ഏത് നേർച്ച വഴിപാട് നീ കൊടുത്താലും, ഏത് തങ്ങളെ കൈപിടിച്ചാലും രക്ഷയില്ല. അതുകൊണ്ട് ഉമ്മ, പെങ്ങളെ, ആങ്ങളമാരോട് പെങ്ങന്മാർക്ക് സ്നേഹം വേണം, ആങ്ങളമാരോട് പെങ്ങന്മാർക്ക് സ്നേഹം വേണം, പെങ്ങന്മാരോട് ആങ്ങളമാർക്കും സ്നേഹം വേണം. ഇല്ലെങ്കിൽ രക്ഷയില്ല, ഇല്ലെങ്കിൽ രക്ഷയില്ല. അതല്ലേ തത്ഹീറുൽ ബദനി റജബൻ തത്ഹീറുൽ ബദനി റജബൻ പറഞ്ഞാൽ അതേ ബദന് ശരീരം ശുദ്ധിയാക്കാനുള്ളതാണ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ്, ശരീരം ശുദ്ധിയാക്കി നമ്മളെല്ലാവരോടും തൗബൊക്കെ ചെയ്ത് അല്ലാഹുവിനോട് മാപ്പ് പറഞ്ഞ്, പടപ്പുകളോട് മാപ്പ് പറഞ്ഞ്, എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് റാഹത്തായി നമ്മൾ എങ്ങോട്ടാ പിന്നെ പോകുന്നത്? ശഅബാനിലേക്കാണ്. ശഅബാനുൻ ലിതത്ഹീരിൽ ഖൽബ്, ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ, ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്. അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? നിങ്ങളുടെ ശരീരത്തിൽ സുബ്ഹാനല്ലാഹ് ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ഒരാളെയും ചീത്ത പറയൂല, ഒരാളെയും കുറ്റം പറയൂല, ഒരാളെയും ഫിത്ന പറയൂല, ഒരാളെയും ഫസാദ് പറയൂല, ഒരു മോശമായ പരിപാടിയിലും ഇടപെടൂല, ഒരു ഉസ്താദുമാരെയും പിരിച്ചുവിടാനുള്ള പരിപാടിയിൽ ഇടപെടൂല, ഒരു അതാ മോശമായ പരിപാടിയിലും ഇടപെടൂല. സുബ്ഹാനല്ലാഹ്, ശരീരം മുഴുവനും നന്നായി മുത്തുനബി പഠിപ്പിക്കുന്നു. നല്ലപോലെ ശ്രദ്ധിക്കണം. മുത്തുനബി പഠിപ്പിക്കുന്നു ശരീരം മുഴുവനും നന്നായി. അതേ സമയത്ത് ഇദാ ഫസദത് ഇദാ സലഹത് സലഹൽ ജസദ് കുല്ലുഹു, ശരീരം മുഴുവനും നന്നായി. ഇദാ ഫസദത്, ആ മാംസകഷ്ണം മോശമായാലോ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതേ കയ്യിൽ കൗണ്ടർ ഉണ്ട്, തസ്ബീഹ് മാലയുണ്ട്, നെറ്റിയിൽ നിസ്കാര തയമ്പുണ്ട്, ചുണ്ടില് തസ്ബീഹുണ്ട്, പക്ഷേ ഉള്ള മോശമാണ്, ഉള്ള മോശമാണ്, ഖൽബ് മോശമാണ്. വഇദാ ഫസദത്, അത് മോശമായാൽ, നാശമായാൽ, ഫസദൽ ജസദ് കുല്ലു, ശരീരം മുഴുവനും മോശമായി. ഗീബത്ത് കേൾക്കാൻ പൂതിയാണ്, ഗീബത്ത് പറയാൻ ഇഷ്ടമാണ്, നമീമത്ത് കേൾക്കാൻ പൂതിയാണ്, നമീമത്ത് പറയാൻ ഇഷ്ടമാണ്, ഗീബത്ത് പറയുന്നവരോട് കൂടെ കൂടാൻ രസമാണ്, ആ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകാൻ ഇഷ്ടമാണ്, ആ നമീമത്ത് കൂട്ടായ്മയിൽ അതാ അംഗമാകാൻ ഇഷ്ടമാണ്. അതേ ഒരു നാട്ടിലൊരു ഫിത്ന, ആ ഫിത്നയിൽ അംഗമാകാൻ ഇഷ്ടമാണ്. വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു, ആ മാംസകഷ്ണം മോശമായാൽ ശരീരം മുഴുവനും മോശമായി. അപ്പോൾ നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്താണ്? സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കണം, എന്താണ്? അലാ അറിയണേ, വഹിയൽ ഖൽബ്,
ഹൃദയമാണ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. അതാണ് ശഅബാനുൽ തത്ഹീരിൽ ഖൽബ്. ഉണ്ടോ? ശഅബാൻ എന്ന് പറയുന്നത് ഖൽബ് ശുദ്ധിയാക്കാനുള്ളതാണ്. ഖൽബ് ശുദ്ധിയായി കഴിഞ്ഞാൽ ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, ഫിത്ന പറയൂല, ഫസാദ് പറയൂല, ഒരു ആലിമിനെയും കുറ്റം പറയൂല. ആലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലേ? വിഷമുള്ള സർപ്പമാണ്, നഞ്ഞാണ്. അല്ലെ? നഞ്ഞാണെന്നല്ലേ നമ്മൾ പഠിപ്പിച്ചത് മഹാന്മാര്. ആ വിഷത്തിൽ നമ്മൾ കൊത്തണ്ട, നമ്മുടെ ശരീരത്തിലേക്ക് വിഷം വരും. ആലിമിനെ കുറ്റം പറയണ്ട. ഇപ്പോൾ എന്താണ് സ്ഥിതി? ആലിമീങ്ങൾക്ക് ദീൻ പറയാൻ പറ്റാത്ത കാലം അല്ലേ? ആലിമി